അപ്പനെ മോനെ ഒന്നും തിരിച്ചറിയാൻ മേലാത്തൊരു കാലമാണ്. അപ്പനേതാ, മോനേതാ, അമ്മായിയപ്പനേതാ, മരുമകനേതാ, അമ്മയേതാ, അനിയത്തി ഏതാ, ഭാര്യ ഏതാ, സഹോദരി ഏതൊന്നും തിരിച്ചറിയാൻ മേലാത്ത കാലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മൊത്തത്തിലൊന്ന് കണ്ണോടിച്ച്. പണ്ട് കാലത്ത് പ്രായമുള്ള അപ്പന്മാര് വീട്ടിലുണ്ടെങ്കിൽ കൊച്ചു പെൺപിള്ളേർ ഉറക്ക പോലും സംസാരിക്കുകയല്ല. പ്രായമുള്ളവര് പറയും. ഇന്ന് നേരെ തിരിച്ച അമ്മച്ചി എന്ന അച്ഛൻ പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇല്ലമ്മേ, ഉറക്കം പറയണേ. പണ്ട് നേരെ തലതിരിഞ്ഞു. പണ്ട് പ്രായമുള്ള അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ മരുമക്കളാകട്ടെ പെൺപിള്ളേരാകട്ടെ ആരും ഉറക്കെ അങ്ങനെ പറയാൻ. ഇന്ന് അമ്മ എന്ന് നേരെ പറയുന്നു, ഉള്ള കഞ്ഞിയും കൂടെ നമ്മൾ മുടക്കുക. തലതിരിഞ്ഞു. ചിലക്ക് അപ്പനേതാ, അമ്മയേതാ, അമ്മായിയമ്മയേതാ, മരുമകളേതാ, ചേട്ടനേതാ, അനിയനേതാ ഇതൊന്നും അറിയത്തില്ലല്ലോ. ബഹുമാനം കൊടുക്കുന്ന കാലമൊക്കെ തീർന്നു. പണ്ട് പ്രായമുള്ളവർ വരുമ്പോ എഴുന്നേക്കും. അങ്ങനെ വഴിയെ ഒരു പ്രായമുള്ള പുരുഷൻ പോയാലും വാതിക്ക സ്ത്രീ ഒന്നാണ് വാതിക്കൽ ഇരിക്കുകയല്ല. അഥവാ ഇരുന്നാലും വഴിയെ ഒരാൾ പോയാൽ ഉടനെ എഴുന്നേക്കും. ഇന്നോ ഇന്നാലും എന്നാ കുറച്ചുകൂടെ കളരത്തിലോട്ട് കയറിയിരിക്കും. അവൻ പിന്നെ പേടിച്ച് വേറെ വഴി കൂടെ. അങ്ങനത്തെ കാലമായി. ബഹുമാനിക്കാൻ അറിയത്തില്ല. പിള്ളേർക്കാണെങ്കിലും ഇവരുടെ കാര്യമല്ല, പിള്ളേർക്കാണെങ്കിലും പ്രായമുള്ളവരെയൊന്നും ബഹുമാനിക്കുന്നില്ലല്ലോ. എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ ചർച്ചിലുമൊക്കെ പറയും, പൊതുസഭ കൂടുമ്പോൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോൾ എല്ലാവരും സ്വന്തം കാര്യമല്ലേ നോക്കുന്നത്. എന്നാ പ്രായമുള്ള അമ്മയ്ക്ക് കൊച്ചു പിള്ളേർ അമ്മച്ചി വീട്ടിലേക്ക് ഞാൻ എടുത്തോണ്ട് വരാം, വെള്ളവും കൊണ്ട് കൊടുത്ത് ആഹാരം കൊടുത്ത് ഇനി അമ്മച്ചിക്ക് എന്തോ വേണം അങ്ങനെ ചോദിക്കുന്ന കുഞ്ഞുങ്ങളും വിരളമാണ്. തിരിച്ചിവിടെ ഈ ഭാഗത്തും അങ്ങനെ പ്രായമുള്ള അപ്പനെയും പ്രായമുള്ള അപ്പച്ചനെയൊക്കെ അപ്പച്ചന് എന്തോ വേണ്ട എടുത്തോണ്ട് അവിടെ ഇരുന്ന് വരണം, അവിടെ ഇരിക്കും, എന്തോ വേണം. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ വിരളം. ചില കുഞ്ഞുങ്ങളെ ഉള്ളു അങ്ങനെ. എന്നെ നിങ്ങളെല്ലാം എന്നെ ഇങ്ങനെ തൂച്ചു നോക്കുന്നത്. ഞാൻ അതിന്റെ പരമാർത്ഥ വശം പറഞ്ഞതേ ഉള്ളൂ. പിണങ്ങാനൊന്നും പറഞ്ഞതില്ല. കലകം ഉണ്ടാക്കാൻ വന്നതുമല്ല. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ബഹുമാനവും ആദരവും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര പ്രാർത്ഥന എല്ലാവരും കേട്ടോ. ക്രൂസൈഡ്, കൺവെൻഷന്, കാത്തിരിപ്പ് യോഗം, ഉണർവ് യോഗം, ഫയർ കോൺഫറൻസ്, പവർ കോൺഫറൻസ്, തീമഴ, അഗ്നിമഴ, കൽമഴ, ഡുനാമീസ് അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല. ഇത് പറയുന്നവരോട് വലിയ താല്പര്യവും അയാൾ വലിയ അദ്വൈതം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാ ചിന്ത. എന്നാൽ നല്ല കാര്യമാ, ഗുണദോഷമാ, സമ്മതിക്കുകയില്ല. ഇനി അഥവാ നമ്മൾ പറഞ്ഞാൽ താനൊക്കെ ചെയ്തു അങ്ങനത്തെ കാര്യമില്ലെന്ന് പറയും. പക്ഷെ തേജ കർമ്മം മറുഭാഷയ്ക്ക് യാതൊരു കണ്ടവനാണ് മറുഭാഷ പറയുക. തമ്പേറൊക്കെ അടിച്ച് പൊട്ടിക്കുക, ഒരു കമത്തിരിക്കാൻ അടിക്കുകയാണ്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരിടത്തെ ഉന്നം വെച്ച് പറഞ്ഞതല്ല, പൊതുവിലായി പറയാനുള്ളത്. ആദരവും ബഹുമാനവും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. നമ്മൾ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. ഇവിടെ ഏത് യൂദായാണെന്ന് പ്രാരംഭത്തിലൊരു പരാമർശം. യാക്കോബിന്റെ സഹോദരനായ യൂദാ. യൂദായുടെ ലേഖനം ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പിറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണം പറയുന്നത്, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ നോക്ക. ഇപ്പൊ വേറെ പുസ്തകത്തിൽ നോക്കരുത്, എന്നെ നോക്ക. കാണാനൊന്നും വലിയ ചന്തമൊന്നുമില്ല. നോക്കെന്നാൽ എന്നെ നോക്കണം. യൂദായുടെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട് എന്നെ നോക്കാൻ? എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. യൂദായുടെ ലേഖനത്തിൽ 20 ഉള്ളതാണ്. 24 ലേലപ്പള്ളിയാണ്. 21, 24
ആട്ടെ നോക്കി അതെല്ലാം പറഞ്ഞില്ല, കറുകണ്ണിട്ട് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ യൂദായുടെ ലേഖനത്തിൽ 25 വാക്യങ്ങളാണ്. 25 വാക്യം, 25 വാക്യമേ ഉള്ളൂ. എങ്കിലും ഈ ലേഖനം വളരെ ഈടുറ്റ ആഴമേറിയ ഒരു ലേഖനമാണ്. 25 വാക്യമേ ഉള്ളെങ്കിൽ അത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 25 വാക്യമേ ഉള്ളെങ്കിൽ ലേഖനത്തിലെ വിശേഷത സകല വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. സകല കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യ സൃഷ്ടിക്ക് മുൻപുള്ള വിഷയം മുതൽ അല്ല, ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങിയിരിക്കുക. ലേഖനം 25 വാക്യമുള്ളെങ്കിലും ഈ നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല ആറ്റൽ ലേഖനമാണ്. ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ തുടങ്ങിയിരിക്കുന്നത്. 6-ാം വാക്യം. സഹോദരി നന്നായിട്ട് വായിക്കുന്നുണ്ട്, മറ്റവര് മോശമാണല്ല. എന്നാലും പ്രസംഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ മോളും മോശമൊന്നുമല്ല, ദൈവത്തിന് സ്വോത്രം. സഹോദരി മോശമൊന്നുമല്ല. എന്നാലും ഈ 3 പേര് ദാവീദിന്റെ വീരന്മാരെന്ന് പറഞ്ഞെങ്കിലും മറ്റവളോനോ ഒക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ വായിച്ചു. പാസുടെ ഭാര്യമല്ലോ ആണോ? പിന്നെ എന്നാലും നന്നായിരിക്കുന്നു. വായിക്കും. ചിലടത്ത് എന്നാൽ പാസ്റ്റർമാരുടെ ഭാര്യമാരൊന്നും വായിക്കുകയല്ല. അത് കുറ്റമാണെന്നല്ല, പക്ഷെ അവർക്ക് വേറെ വിശേഷതകളുണ്ട്. അങ്ങനെയുണ്ട്. പിടിക്കുന്ന എല്ലാവർക്കും വിശേഷതയുണ്ട്. ഉണ്ടുണ്ട്, എല്ലാവർക്കും വിശേഷതയില്ലാത്ത ആർക്കും ഇതിനകത്ത് കയറാനൊക്കത്തില്ല. കൃപയില്ലാത്ത ഒറ്റയെടുത്തിന് ഇതിനകത്ത് വരികയല്ല. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കൃപയുള്ളവരാ. കൃപയാണ് നാം വിശ്വാസം പോലും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്തോ കൃപയാണെന്ന് മനസ്സിലാക്കി അതിലെല്ലാരും വർദ്ധിച്ചു വരണം, അത്രേ ഉള്ളൂ. വായിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിലും വിട്ടുപോയ ദൂതന്മാര് മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ തുടങ്ങിയിരിക്കുന്നത്. 25 വാക്യമുള്ളെന്നോടത്ത് നിസാരമാക്കുമൊന്നും വേണ്ട. ദൂതലോകത്തെ വിഷയം വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിലും വിട്ടുപോയ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയിരിക്കുന്നത്. വളരെ ഈടുറ്റ ലേഖനമാണ്. ഈ ദൂതന്മാരാരാണെന്നൊക്കെ തർക്കമുണ്ട് വേദം പഠിക്കുന്നവരുടെ ഇടയിൽ. ഈ ദൂതന്മാരാരാണ്? ഒരു വിഭാഗക്കാർ പറയുന്നത് യഗസ്കേൽ 28 മെശിയാ 14 പറയുന്ന ദൂതന്മാരുണ്ടല്ലോ, ആരാധനയ്ക്ക് മുന്നിൽ നിന്ന ദൂതന്മാർ. ദൂതന്മാരെ തന്നെ 3 വിഭാഗമായിട്ടാണ് നിങ്ങൾക്കറിയാം. ദൂത് പറയുന്ന ദൂതന്മാര്, യുദ്ധം ചെയ്യുന്ന ദൂതന്മാര്, പിന്നെ ആരാധിക്കുന്ന ദൂതന്മാർ. ആരാധനയ്ക്ക് മുൻനിരയിൽ നിന്ന് ആയിരുന്നു ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്രൻ. ഇംഗ്ലീഷിൽ എന്താ? മോർണിംഗ് സ്റ്റാറോ? അങ്ങനെയാണോ? ഒരു ഇംഗ്ലീഷിൽ കേട്ടോ, അതുകൊണ്ട് ചോദിച്ചത് ആണോ? അങ്ങനെയാണോ? ഇംഗ്ലീഷ് ബൈബിളാണ്. അങ്ങനെയാണോ? എവിടെയാണോ? അത് ആരാധനയ്ക്ക് മുൻപന്തി നിന്നവനാ. ദൂത് പറയുന്ന ദൂതന്മാരുടെ പ്രധാനപ്പെട്ട ആളാ ഗബ്രിയേൽ. മറിയാമ്മയുടെ ഈ ദൂതനൊക്കെ ആവട്ടെ. യുദ്ധം ചെയ്യുവാൻ മുൻനിരയിൽ നിന്ന ആളാണ്. ഉറക്കം പറ. തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതനം നിറയുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതനം നിറയുമേ.
മേളങ്ങൾ ഊതിടുമ്പോൾ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ദൂത് പറയുന്ന ദൂതന്മാരുടെ പ്രധാനയാള് ഗബ്രിയേല്, യുദ്ധം ചെയ്യുന്നതിൽ പ്രധാനയാള് മീഖായേല്, ആരാധനയ്ക്ക് നിന്നതിൽ പ്രധാനയാളാണ് ലൂസിഫർ. അവനും കൂട്ടരും പാപം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പുള്ളിയോട് ഞാൻ സമനാകും. ഈ സ്ഥാനം കിട്ടണം എന്ന് ചിന്തിക്കുന്നതെല്ലാം ലൂസിഫറിന്റെ ആത്മാവാണ്. എനിക്ക് സെക്രട്ടറി ആകണം, ട്രഷറർ ആകണം, കമ്മിറ്റി കയറണം, കൗൺസിൽ കയറണം, സെൻട്രൽ പാസ്റ്റർ ആകണം, സെൻട്രൽ സെക്രട്ടറി ആകണം. തച്ചോട് സെൻട്രൽ എന്നല്ല, ഡിസ്ട്രിക്ട് എന്നാ പറയുന്നല്ലേ. IPC സെൻട്രൽ, AG സെക്ഷൻ. ആട്ടന്മാരെ പറഞ്ഞു കൊടുക്കിടാം. കസേര കിട്ടണം, സ്ഥാനം കിട്ടണം. അതിനെന്ത് സൂത്രം ഒപ്പിക്കും, എന്ത് തന്ത്രവും മെനയും, ആരെയും ചതിക്കും, എന്തും പറയും, ചെളി വാരി എറിയും. അതെല്ലാം ലൂസിഫറിന്റെ ആത്മാവാണ്. നിങ്ങള് സ്തോത്രമൊന്നും പറയണ്ട, വേണ്ട. പുറത്ത് മഴയാ, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനിടയിൽ കയറി പോകുന്നു, കേൾക്കുകയല്ല. എനിക്കിതാ ഇഷ്ടം. പിന്നെ ഒടുവിൽ നടത്തിക്കൊണ്ട് ഒരു പാട്ട് പാടുവന്നാലും നമുക്ക് ആ രീതിയിൽ പോകാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ദൂതന്മാര് പാപം ചെയ്തു. ഞാൻ മുകളിൽ കയറും, മുകളിൽ സിംഹാസനം സ്ഥാപിക്കും, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ ഇവൻ സഞ്ചരിച്ചു പോന്നു. ഇവനെ തീർത്ത താളിൽ കൂടുകടയും തടങ്ങടയും പണി പൊന്നുകൊണ്ടായിരുന്നു. വൈഡൂര്യം മാണിക്യം നഗവർണ്ണി മുക്ഷരാഗം ഗോമേനകം ബൽബലക്ക് സുഗന്ധ രക്തങ്ങളാൽ ഇവനെ സൃഷ്ടിച്ചേ. ചിറക് വിടർത്ത് മറയ്ക്കുന്ന രൂപമായിരുന്നു. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. ഇതിന്റെ എല്ലാ അഹങ്കാരം എല്ലാം കൂടെ കയറി ഇവൻ നിഗളിച്ച്, അങ്ങനെ ആണല്ലോ പുസ്തകത്തിൽ വാക്യം, നിഗളിച്ചിട്ട് പിശാചിന്റെ നിഗളിച്ചിട്ട് ഇങ്ങനെ നീളം കയറിയപ്പോൾ ദൈവം വെട്ടുകൊണ്ട് ഇവന്റെ പരിവാരങ്ങളും എല്ലാം കൂടെ ദൈവം പിടിച്ച് ബന്ധിച്ചെന്ന ചെന്നരുടെ വാദം. വാസസ്ഥലം വിട്ടുപോകുന്ന ദൂതന്മാർ, സ്വന്തം വാസസ്ഥലം, അതാണ് ഒരു വാദം. വേറെ ചില വേദപഠിതാക്കൾ ഈ വാക്യത്തെ യൂത 6 വ്യാഖ്യാനിക്കുന്നത്, ആദ്യ മാതാപിതാക്കളാകുന്ന യാദവും ഗൗവയും പാപം ചെയ്തു. വെയിലാറിയപ്പോൾ ദൈവം വന്ന് ഒച്ച കേട്ട് ഒളിച്ചിരുന്നു. എന്റെ ഭാഷയാ, രണ്ടിനെ പിടികൂടി, കാര്യമൊക്കെ ചോദിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. ശാപം ദൈവം കൽപ്പിച്ചു. ഭൂമിയെ ശപിച്ചു, ആദമിനെ ശപിച്ചു, സ്ത്രീയെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു. അതിന്റെ വാക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തോലുകൊണ്ട് ഒരു ഉടുപ്പുമൊക്കെ ക്രമീകരിച്ച് രണ്ടിനെയും തോട്ടത്തിന് വെളിയിലാക്കി. മിന്നുന്ന ജ്വാലയുള്ള വാളുമാരുടെ കെറൂബുകളെ നിർത്തി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വിവാദ അധ്യായമാണ്. ദൈവത്തിന്റെ എന്തോ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞത് എന്തോ പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞില്ല, മഴയാണ്. ബൈക്കിൽ കൂടെ ഞാൻ പറഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചതേ ഉള്ളൂ. ഒരു 10 മണി വരെ മഴ പെയ്യട്ടെ, അപ്പൊ നമുക്ക് യോഗം നടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ കാമം നിന്ന കെറൂബുകള് അവിടെ കാമം നിൽക്കാതെ മുൻപോട്ട് പോയി മനുഷ്യരുടെ സ്ത്രീകളുമായിട്ട് ഇടപെട്ട് മല്ലന്മാര് ഉണ്ടായിരുന്നൊക്കെ ഒരു വിഭാഗക്കാർ വാദിക്കുന്നുണ്ട്. തെളിവുകളും ഒന്നും തീർത്ത് പറയാനൊക്കത്തില്ല, കണ്ണനൊക്കെ ഉണ്ട്. അത് നമ്മുടെ തർക്ക വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. നമ്മൾ തർക്കിക്കേണ്ട, ദൈവസഭയ്ക്ക് അതിന് പ്രമാണമില്ലല്ലോ. അപ്പൊ ഒരു വിഭാഗക്കാരുടെ വാദം ആ ദൂതന്മാരാണെന്ന് തർക്കമാണ്. അല്ല, ഇതിന് മുമ്പുള്ള ദൂതന്മാര് എന്തായാലും നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൂതലോകത്തെ വിഷയം മുതലായി യൂത തുടങ്ങിയേക്കുന്നത്.
6-ാം വാക്യത്തിൽ അങ്ങനെയല്ലയോ? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിന് വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി ബന്ധിച്ചു. ദൈവം ബന്ധിച്ചത് അങ്ങനെ. പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി ബന്ധിച്ചെന്ന്. എങ്ങനെ ബന്ധിച്ചെന്നാ? ചങ്ങല. എന്നാ ചങ്ങല? നിങ്ങൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട, അവിടെ എഴുതിയതൊക്കെ വായിച്ചാൽ മതി. എന്നാ ചങ്ങലയാ? ഇരുമ്പിന്റെ ആണോ, ചെമ്പിന്റെ ആണോ, പിത്തളയാണോ, അലൂമിനിയം ആണോ? അല്ല, എന്തോ ചങ്ങലയാണെന്ന്. ഇങ്ങോട്ട് നോക്കി, ഇനി നമുക്ക് പോകേണ്ടതാണ്. ഈ ചങ്ങലയെ പറ്റി പറഞ്ഞ അന്ധകാരത്തിന്റെ ചങ്ങലയാണ്. അവൾ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു ദൈവം അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ദൈവത്തിന്റെ ആയുധം പോലെ ധാരാളം ആയുധങ്ങളുണ്ട്. അതിലൊരായുധമാണ് അന്ധകാര ചങ്ങല. അന്ധകാരം ഒരായുധമാണ്. ഈ അന്ധകാരം കൊണ്ട് ബന്ധിച്ച 2 കാര്യമാണ് നടക്കുന്നത്. 1, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കത്തില്ല. 2, അനങ്ങാനും ഒക്കുകയില്ല. അന്ധകാര ചങ്ങല വന്നു കഴിഞ്ഞാൽ അനങ്ങാനും ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവന്. അതായ അന്ധകാരം. തെളിവ് ഒരു വാക്യം വായിച്ചു, അറിവുള്ള വാക്യമാണ്. മിസ്രയീം ദേശത്ത് മുഴുവൻ 3 ദിവസം കൂരിട്ട് അന്ധകാരം സംഭവിച്ചിരുന്നത്. 10:22 വായില്. 10:22 പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. 10:22. ഓ, ഏത് 10-ായിരിക്കും? പുറപ്പാട്. മൈക്ക് കൂടെ വായിക്കും മോളെ. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. കൂരിട്ട് അന്ധകാരം 3 ദിവസം. പിന്നെ 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എഴുന്നേക്കാനും മേലെ. നിർത്തുമോളെ. പ്ലസില്ലേ? 3 ദിവസം കൂരിട്ട് അന്ധകാരം. ഈ അന്ധകാരം അങ്ങോട്ട് വന്നപ്പോൾ ഒരുത്തൻ കാണാനും മേല, ഒരുത്തന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാനും മേല. എനിക്ക് എല്ലാരെയും കാണാൻ പറ്റത്തില്ല, കാൽ വേദനിക്കാന്ന് ഞാൻ പിന്നെ ഇരിക്കും. ഈ അന്ധകാരത്തിന്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തനെ കാണാൻ പാടില്ല. ഒരുത്തന് തന്നെ സ്ഥലം വിട്ട് അനങ്ങാനും മേല. മിക്ക സഭകളിൽ ഇങ്ങനെ അന്ധകാരം പിടിച്ച ആൾക്കാരുണ്ട്. ഒരുത്തനെ കണ്ടുകൂടാ. സഭയ്ക്കകത്ത് പുള്ളിയാണ് അന്ധകാരമാണ്. പുള്ളി നിങ്ങളുടെ സഭയിലല്ലേ? എനിക്ക് അവനെ കാണുന്ന പോലും. ഒരു സെന്ററില്ല, ഒരു ഡിസ്ട്രിക്റ്റില്ല, ഒരു സഭയില്ല, ഒരു സംഘടനയില്ല പ്രവർത്തിക്കുന്നേ. പക്ഷെ ഒരുത്തന് ഞായറാഴ്ച ആകുമ്പോ നമ്മൾ പാട്ടൊക്കെ പാടും. വെളിച്ചങ്ങൾ വീശുന്നു, ചുമ്മാ. അടുത്തിരിക്കുന്നവനെ കാണാൻ മേലെ. ഒരുത്തന്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകുകയല്ല. എല്ലാരും അല്ല, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചെല്ലു പോകുകയല്ല. ഇനി അഥവാ അവിടുന്ന് ഭക്ഷണമുണ്ട് കഴിക്കത്തില്ല. അന്നൊരു പ്രത്യേക ഉപവാസം. ചിലക്ക് പദ്യമാനമുള്ള വീട്ടിൽ ചിലര് പോകും, അല്ലാത്തടുത്ത് പോകത്തില്ല. പിന്നെ സഭയല്ലേ, പിണങ്ങാതിരിക്കാൻ ആരേലും ഒരാളെ പറഞ്ഞു വിടും. മറ്റേ വീട്ടിൽ എല്ലാരും പോകും. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? കാര്യം തുറന്ന് പറയണം. സ്തോത്രം. ഒരു ഡിസ്ട്രിക്റ്റിലാണ് കൂടുന്നത്, പക്ഷെ എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. ഒരാൾ വരുമ്പോ കണ്ണടച്ചിരിക്കും, കണ്ണ് തുറക്കുമ്പോഴല്ലേ കൈ കൊടുക്കണം. അടച്ചിട്ട് പുള്ളി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, ചുമ്മാതാ. പുള്ളി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പതൊക്കെ നോക്കും. ഇതെല്ലാം ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കുക. നമ്മുടെ ഈ വിളച്ചിലും ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയാൻ.
ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഉപവാസം. 7, 3, 21, 40 കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഒരു സ്ഥാനം കിട്ടുവാൻ, ഒരു അധികാരം കിട്ടുവാൻ, കസേര കിട്ടുവാൻ ആ കൂട്ടായ്മയിൽ ആ സഭയിലുള്ള മറ്റൊരാളെ ദേയോധം ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുക, ഒരു അന്തരീക്ഷം ഒന്നും അകത്ത് അന്തരീക്ഷം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് ഉപവാസത്തിന്റെ ആരംഭ ദിവസമല്ലേ? ശുദ്ധീകരണം നടക്കട്ടെ. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഒന്നുകൂടെ ശുദ്ധീകരണം നടക്കട്ടെ. ദൈവത്തിന് മഹത്വം. എന്തെങ്കിലും ഉണ്ടേലേ മാറട്ടെ, എല്ലാം മാറട്ടെ. ദൈവത്തിന് മഹത്വം. ഈ അന്ധകാര ശക്തി കയറി പിടിച്ചാൽ ഒരുത്തനെ കാണാൻ ഒക്കത്തില്ല. ഒരുത്തന്നെ തന്നെ സ്ഥലം വിട്ട് അനങ്ങാനും മേല. ഞായറാഴ്ച 10 കയറുന്ന 1 മണി വരെ ഇങ്ങനെ ആയിരിക്കും, അനങ്ങുന്നില്ല. എപ്പോ നോക്കിയാലും ധ്യാനിക്കുക. മനസ്സിലാകുന്നില്ല? ഇതുപോലെ അങ്ങ് ധ്യാനിക്കുന്ന ആള് കൈയടിക്കാനും ആടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, എല്ലാവരും ആത്മാവിലാകുമ്പോ ആത്മാവിൽ നിറയത്തില്ല, അല്ലെ അതിനോട് യോജിക്കുന്നില്ല. അനങ്ങാൻ മേല. നമ്മൾക്ക് എന്നെ കൈയടിക്കാത്ത ഒരേ കൂട്ടിന് വേദനയാണ്. 500ന്റെ കെട്ടൊന്നും കൂടത്തെ അന്നേരം അറിയാം ഓരോ കൂട്ടിന് വേദന ഉണ്ടായിരിക്കുമെന്ന്. തിരുമയാണെന്ന് സ്തോത്രം. ചില പ്രായമുള്ളവര് പറയാം മറവിയാ പാസ്റ്റേ, മറവി. കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം പോലും ഇതുള്ള തന്നെ പറഞ്ഞ പാസ്റ്റേ, അണ്ണതന്റെ മരുമകൾ അവള് വന്നിട്ട് 30 കൊല്ലമായി. വന്ന അന്ന് മുതൽ ചെയ്തതല്ല ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ ഞാൻ ഒന്നും മറന്നിട്ടില്ല. അപ്പൊ തള്ളക്ക് മറവിയുടെ ഒരു അസുഖമില്ല. തള്ള നല്ല വെള്ളത്തിൽ പിടിച്ച് തള്ളയാ. മറവി തന്നെ മരുമകളുണ്ടെന്ന് പോലും ഓർക്കരുത്. അതാ മറവി. അപ്പൊ നമുക്ക് മനസ്സിലാകാം ദൈവം നമ്മളെ നന്നാക്കാൻ. സ്തോത്രം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തന ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. നമ്മളെ നന്നായിട്ട് അറിയുന്ന ദൈവമുണ്ട്. നന്നായിട്ട് ശോധന ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞാൽ അങ്ങ് നിൽക്കും. നമ്മളുടെ അടുത്ത ഭാഗത്തേക്ക് വരണം. അതുകൊണ്ട് നമുക്കൊരു 9:15 വരെ പോകാമോ? ഒരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ പോട്ടെ. അപ്പൊ ഈ അന്ധകാരത്തിന്റെ ചങ്ങല കിട്ടി ബന്ധിച്ചു. അന്ധകാരം വന്നു കഴിഞ്ഞാൽ ഒരുത്തനെ കാണുന്നത് ഇഷ്ടമല്ല, അനങ്ങാനും ഒക്കത്തില്ല. മിക്ക സഭകളിലും ഇങ്ങനെ അന്ധകാരമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അനങ്ങാനും മേല. അടുത്തിരിക്കുന്നവരെ ആയിക്കോട്ടെ. നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതലായി യൂദാ തുടങ്ങിയത്. ദൂതലോകത്തെ വിഷയം. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ തുടങ്ങി അന്ത്യകാല വിഷയം വരെ യൂദാ സ്ഥാപിച്ചു. 18-ാം വാക്യം വായിച്ചേ. 18. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിച്ചേ, 6-ാം വാക്യത്തിൽ ദൂതലോകത്തെ വിഷയം, 18-ാം വാക്യത്തിൽ അന്ത്യകാല വിഷയം. അപ്പം ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ലേഖനത്തിലുണ്ട്. 25 വാക്യമുള്ളെന്നോടത്ത് നിസാരമാണെന്നും കരുതണ്ട. നല്ല ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം.
ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം, എല്ലാം അറിയാതെ. ഇപ്പൊ പിന്നെ നിങ്ങളിരിക്കുന്ന ഞാൻ പറയുന്ന നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇത് പറഞ്ഞ് നോക്കുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ, അഥവാ തെറ്റിയാൽ പുള്ളിയെ ഒന്ന് പിടിക്കണം. ഈ യൂദയുടെ ലേഖനത്തിന്റെ വേറൊരു വിശേഷത ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം, ഈ വേദപുസ്തകം 66 പുസ്തകം 40 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാ. പല വർഷങ്ങളിലായിട്ട് 1600 കൊല്ലം കൊണ്ട്. പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില കാര്യം യൂദയ്ക്കാ വെളിപ്പെട്ടു. 39 എഴുത്തുകാർക്കും മൂന്നാം സ്വർഗത്തോളം പോയ പൗലൂസിന് പോലും വെളിപ്പെടാത്ത കാര്യം യൂദയ്ക്ക് വെളിപ്പെട്ടു. പൗലൂസ് മൂന്നാം സ്വർഗത്തോളം ശരീരത്തോടോ കർത്താവ് പറയും. ആ പൗലൂസിന് പോലും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ യൂദയ്ക്ക് വെളിപ്പെട്ടു. അതിലൊന്ന്, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിച്ച വിഷയം. അത് യൂദയ്ക്കാ വെളിപ്പെട്ടത്. അതല്ലേ എഴുതിയേക്കുന്നത്? മോശയുടെ ശരീരത്തെ കുറിച്ച് വായിച്ചോളെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ അപ്പൊ മോശ അടക്കപ്പെട്ടു, മരിച്ചു. ആ മോശയുടെ ശരീരത്തെ പറ്റി പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കും. ദൂതനുമായിട്ട് തർക്കവുമാകും മോശയെ പറ്റി. ഈ വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, യൂദായ്ക്ക് വെളിപ്പെട്ടു. ഞാൻ ഈ ലേഖനത്തിന്റെ 1-2 വിശേഷത പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. യൂദായുടെ കാര്യം പറയാതെ ഞങ്ങളെ പറ്റി വല്ല ദൂതുണ്ടേ? ഈ ദൈവവചനം കേൾക്കുമ്പോ തന്നെ വിടുതലുണ്ടാകും. നമ്മളിവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ഇരുവായുത്തരയുള്ള ഏത് വാഴനേക്കാൾ മൂർച്ച കറിയ വചനമാണ് ഇത്. അതിനെ പോയി കറിയ ചെയ്തോളും. സ്തോത്രം. ഏതൊക്കെ മേഖലകളിൽ വിടുതലും നീക്കുപോക്കും ഉദ്ധാരണവും വേണമോ അവിടെ എല്ലാം വചനം പോയി കറിയ ചെയ്യും. ഇവിടെ നിന്ന് കേട്ടോണ്ടിരുന്നാൽ മതി. പിന്നെ വചനം എങ്ങനെയാ കേൾക്കണ്ടേ? ചെവി കൊണ്ട. അതാ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ വചനം കേൾക്കണ്ടേ? ഒരു വാക്യം വായിക്കും എപ്പോഴും ആത്മാവിൽ എങ്ങനെയാ കേൾക്കുന്നത്? വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ അത് കൈക്കൊണ്ടുണ്ട്. അല്ലാതെ ഈ കഷായം കുടിച്ച പോലെയല്ല. ഒന്നാമത് നമുക്കൊരു ഷെയ്പ്പില്ല. കൈപ്പുള്ള കഷായം കുടിച്ചാൽ ഷെയ്പ്പ് കേട് പിന്നെയും കൂടും. ഞാൻ വന്നപ്പോഴേ ചിലർ ശ്രദ്ധിച്ചു കഷായം അടിച്ച പോലെ ഇരിക്കുക. കണ്ടു തണുപ്പുണ്ടായിരുന്നു. ചിലതിന്റെ മോന്തൊന്നും തെളിയുകയല്ല. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ബഹു കഷ്ടമുണ്ട് ഇവർക്ക്, ഒത്തിരി കഷ്ടങ്ങളുണ്ട്. ബഹു കഷ്ടം ഒന്നല്ല, പക്ഷെ ഇവരുടെ ക്വാളിറ്റി ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നത്. അങ്ങനെയൊക്കെ കൈക്കൊണ്ടാൽ ഈ വചനം ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും.